കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിവരുന്ന പുസ്തകോത്സവത്തിൽ വായനക്കാരുടെ തിരക്ക് ദിനംപ്രതി കൂടി വരികയാണ്. ഗ്രന്ഥശാല പ്രവർത്തകരും സഹൃദയരായ വായനക്കാരും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 50 പ്രസാധകരുടെ 100ഓളം സ്റ്റാളുകൾ പുസ്തകമേളയിലുണ്ട്. വിവിധ പ്രസാധകരുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ പുസ്തകങ്ങളും ജനപ്രിയ പുസ്തകങ്ങൾക്കും ആവശ്യക്കാരേറെയാണ്. ന്യൂജൻകാരുടെ സാന്നിധ്യം പുസ്തകോത്സവത്തിലെ വേറിട്ട കാഴ്ചയാവുകയാണ്. ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവും അനുവദിച്ചിട്ടുണ്ട്. പുസ്തകോത്സവത്തിന്റെ ഭാഗമായി റീഡിംഗ് തിയേറ്റർ ഒരുക്കിയ ഭഗവാന്റെ അട്ടഹാസം നാടകവും അരങ്ങേറി. ഇത്തരം അവസാനം കൃഷ്ണൻ അറിഞ്ഞിരുന്നുവോ, കണ്ടിരുന്നുവോ? വിശ്വസിക്കാൻ വയ്യ, എനിക്ക് വിശ്വസിക്കാൻ വയ്യ. ഗഡോൽക്കലിനെ രക്ഷിക്കുവാൻ ഉപായം കൃഷ്ണൻ എന്തുകൊണ്ട് തേടിയില്ല? അർജുന, മനസ്സ് വേണ്ടാത്തിടത്തേക്കാണ് പായുന്നത്. ഇല്ലാതിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ശൂലവേദന പതഞ്ഞു പൊങ്ങുകയാണ്. വാസ്തവത്തിൽ കണ്ണൻ ശൂലമെറിഞ്ഞത് ഗഡോൽക്കലിന്റെ നേർക്കായിരുന്നുവെങ്കിലും പിളർന്നത് എന്റെ ഹൃദയമാണ്. പി രാജൻ, ശിവകുമാർ, PV രാജൻ, ലേഖ, വിദ്യ, ഹരിനാരായണൻ, അനഘ, ഉദിനൂർ ബാലഗോപാലൻ, KP ശശികുമാർ എന്നിവർ ശബ്ദം നൽകി. തുടർന്ന് VK മധു കലാകാരന്മാരെ ആദരിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത്, കലാരംഗത്ത് നമുക്ക് വളരെ ശ്രദ്ധേയമായ ഒരു കലാരൂപമായിട്ട് റീഡിംഗ് തിയേറ്റർ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ കേരളത്തിലെ ഗ്രന്ഥാലയങ്ങളോടനുബന്ധിച്ച് ചെറിയ ചെറിയ റീഡിംഗ് തിയേറ്റർ ഗ്രൂപ്പുകൾ രൂപീകരിക്കണമെന്ന് മലയാളത്തിലെയും വിശ്വസാഹിത്യത്തിലെയും എല്ലാം ഏറ്റവും പ്രശസ്തമായ സാഹിത്യ ശില്പികൾ റീഡിംഗ് തിയേറ്ററിലൂടെ അനുവാചകരിലേക്ക് അവതരിപ്പിക്കണമെന്നുള്ളതെല്ലാം തീരുമാനിച്ചു. CV വിജയരാജ് സ്വാഗതവും TV കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.